പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ദേവേന്ദ്ര ഫട്നാവിസിനെ BJP വലിയ കുശാഗ്ര ബുദ്ധിയോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരുത്തി ഏകനാഥ് ഷിൻഡെ പമ്പര വിഡ്ഢിയാക്കുകയും ചെയ്തു. വാസ്തവത്തിൽ BJP 2 നേട്ടങ്ങളാണ് നേടിയെടുത്തത്. ശിവസേനയെ ഒപ്പം നിർത്തി അധികാരം പിടിക്കാൻ BJPക്ക് പരമാവധി സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല, ശിവസേനയെ, അതായത് BJPക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകാൻ പോകുന്നത് ശിവസേനയുടെ രാഷ്ട്രീയമാണ് എന്ന തിരിച്ചറിവ് അവർക്ക് ഉണ്ടായതുകൊണ്ട് അതിനെ പിളർത്താൻ കൂടി സാധിച്ചു എന്ന ഒരു അഹംഭാവം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 9 സീറ്റുകൾ മാത്രമാണ് മഹാരാഷ്ട്രയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ശിവസേന ഉദ്ധവ് വിഭാഗം അവിടെ 9 സീറ്റുകൾ നേടിയെടുത്തപ്പോൾ ഷിൻഡെ വിഭാഗം 7 സീറ്റുകൾ നേടിയെടുത്തു. അങ്ങനെ ശിവസേന മൊത്തത്തിൽ 16 സീറ്റുകൾ നേടി. BJPയോടൊപ്പം സഖ്യം ചേർന്ന് 2019 മത്സരിച്ചപ്പോഴും ശിവസേനയ്ക്ക് അത്രയും തന്നെ സീറ്റ് ലഭിച്ചിരുന്നു. അതായത് ശിവസേനയുടെ സോളിഡ് വോട്ടുകളിൽ BJPക്ക് വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഏകനാഥ് ഷിൻഡെ കൃത്യമായി പറഞ്ഞു, തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിൽ വിജയിക്കുന്നത് BJPയുടെ വോട്ട് കൊണ്ടല്ല. അത് കൃത്യമായി മനസ്സിലാക്കപ്പെട്ടത് ശിവസേനയും BJPയും പിളർന്നതിന് ശേഷം, അതായത് സഖ്യം പിളർന്ന് 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെവ്വേറെ മത്സരിച്ചപ്പോൾ അന്നും ശിവസേനയ്ക്ക് 63 സീറ്റ് കിട്ടിയിരുന്നു. BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്ര എമ്പാടും പ്രചരണം നടത്തി മറ്റെല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ച് എല്ലാ കണ്ണുകളും മഹാരാഷ്ട്രയിലായപ്പോൾ പോലും കേവല ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് BJPക്ക് എത്താൻ സാധിച്ചില്ല. അങ്ങനെ മനസ്സോടെ ഫഡ്നാവിസ് ഭരണത്തിലേറിയത് ഉദ്ധവിന്റെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ്. എന്നാൽ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷായാണ് ഉദ്ധവിന് വാഗ്ദാനം കൊടുത്തത് റൊട്ടേഷണൽ ബേസിസിൽ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി കസേര ആദ്യ 2.5 കൊല്ലം നൽകാം. എന്നാൽ വൻ ചതിയാണ് അമിത്ഷായും കൂട്ടരും ഉദ്ധവിനോട് കാണിച്ചത്. ഇപ്പോഴിതാ രാജ് താക്കറെയും ഉദ്ധവും പരസ്പര വൈര്യം മറന്നുകൊണ്ട് ഒന്നിക്കാൻ തീരുമാനിക്കുമ്പോൾ ഏകനാഥ് ഷിൻഡെയുടെ ദുരവസ്ഥ അത് കൃത്യമായി മഹാരാഷ്ട്രയിലെമ്പാടും വിളിച്ചോതുകയാണ്. ശിവസേനയുടെ എല്ലാ ചരിത്രപരമായ സംഭാവനയും തകർക്കാനും അത് മണ്ണിട്ട് മൂടാനുമാണ് BJP ശ്രമിക്കുന്നതെന്ന് രാജ് താക്കറെ വ്യക്തമാക്കുകയാണ്. ഉദ്ധവും രാജ് താക്കറെയും ചേരുമ്പോൾ തീർച്ചയായും ഏകനാഥ് ഷിൻഡെക്ക് തോൽവി സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥ